മെത്തനോയ്യ 47-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ കുർബാന ആദ്യം മാതാപിതാക്കന്മാർ ചെയ്ത പാപത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹപ്രതികരണം കുരിശുമരണം മാത്രമല്ല, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും കൂടിയാണ്. കാരണം 33:15 രക്ഷാവാഗ്ദാനത്തിൽ കുർബാന സ്ഥാപനം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തെന്നാൽ ഒരിക്കൽ മാത്രം യേശു കുരിശിൽ അർപ്പിച്ച ബലി ശാശ്വതമാക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയാണ്. മതബോധഗ്രന്ഥം 1323 സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തന്റെ കുരിശിലെ ബലി താൻ വീണ്ടും വരുന്നത് വരെ എല്ലാ യുഗങ്ങളിലും ശാശ്വതമായി തുടർന്നുകൊണ്ടു പോകുവാൻ കർത്താവ് കുർബാന സ്ഥാപിച്ചു. ഒരിക്കൽ മാത്രം ഈശോ കുരിശിൽ അർപ്പിച്ച ബലി എങ്ങനെയാണ് ശാശ്വതമാക്കപ്പെടുന്നത്? ഇതിന് കൃത്യമായ ഒരു ഉത്തരം സഭ നൽകുന്നുണ്ട്. അതിപ്രകാരമാണ് 1364 ഖണ്ഡികയിൽ: ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി ഒരിക്കൽ അർപ്പിച്ച ബലി അവസാനിക്കാതെ എന്നും യഥാർത്ഥമായി നിലനിൽക്കുന്നു. ഇക്കാരണത്താലാണ് എന്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുക എന്ന യേശുവിന്റെ ആഹ്വാനപ്രകാരം തിരുസഭയ്ക്ക് ക്രിസ്തുവിന്റെ കുരിശിലെ ബലി തന്റെ അൾത്താരകളിൽ സന്നിഹിതമാക്കാൻ സാധിക്കുന്നത്. കുർബാനയിൽ ക്രിസ്തുവിന്റെ കുരിശിലെ മരണത്തിന്റെ ഫലം മുഴുവനും നമുക്ക് സംലഭ്യമാണെന്ന് മതബോധഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. പ്രകാരം കുരിശിലെ യാഗം അൾത്താരയിൽ ആഘോഷിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷയുടെ കർമ്മം നിർവഹിക്കപ്പെടുകയാണ് എന്ന പ്രബോധനത്തിലൂടെ തിരുസഭയുടെ അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം കർത്താവെ എന്നിൽ ആഴപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയെ അതീവമായി സ്നേഹിക്കാനും കുർബാന കേന്ദ്രീകൃതമായി ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തുതി.